തമിഴ്നാട്ടിലെ ചെന്നൈ അണ്ണാനഗറിൽ ചൗധരിയുടെയും ഇന്ദിരാകുമാരിയുടെയും മകളായി ജനിച്ച റാണി പത്മിനി ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ അവർക്ക് 62 വയസ്സ് പ്രായം. 1981 മുതൽ 86 വരെയുള്ള 5 വർഷങ്ങൾക്കിടയിൽ ഏറെ പ്രശസ്തമായ 61 സിനിമകളിൽ അഭിനയിച്ച നടിയാണ് റാണി പത്മിനി. തുഷാരം, കുയിലിനെ തേടി, സംഘർഷം എന്നിങ്ങനെ ഒട്ടനവധി സിനിമകളിൽ ഏറെ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിരുന്നു അവർ. എന്നാൽ 1986 ഒക്ടോബറിൽ തന്റെ 24-ാം വയസ്സിൽ ജീവിതത്തിന്റെ പടിയിറങ്ങാനായിരുന്നു റാണി പത്മിനിക്ക് വിധി. 42-കാരിയായ അമ്മ ഇന്ദിരാദേവിക്കൊപ്പം അണ്ണാനഗറിലെ ബഹുനില മാളികയിൽ ആർഭാടപൂർണമായ ജീവിതം നയിച്ചു വരികയായിരുന്നു റാണി പത്മിനി. സാമ്പത്തിക ലാഭത്തിനായി അവരെ സിനിമയുമായി ബന്ധമില്ലാത്ത ചിലർ വകവരുത്തിയെന്നാണ് പിൻകാലത്ത് തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ വീട്ടിൽ പണം സൂക്ഷിച്ചു വെക്കുന്ന ശീലമേയില്ലാത്ത റാണിയെ കൊന്നവരുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് ഇനിയും വ്യക്തമല്ല. മാത്രമല്ല, കൊലയുടെ രീതിയും കുടിപ്പക വെളിവാക്കുന്ന തരത്തിലുള്ള ഒന്നായിരുന്നു. ആ സംഭവം ഇങ്ങനെയാണ്. തിരുവനന്തപുരം സ്വദേശിയായിരുന്നു റാണിയുടെ അമ്മ ഇന്ദിരാദേവി. കടുത്ത സിനിമാ പ്രേമിയായിരുന്ന അവർ സിനിമാ മോഹങ്ങളുമായി മദ്രാസിന് വണ്ടി കയറി. അവിടെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി ജോലി ചെയ്യുന്നതിനിടയിലാണ് ചൗധരി എന്നയാളുമായി അടുക്കുന്നതും റാണി പത്മിനിയെ പ്രസവിക്കുന്നതും. റാണി ജനിച്ചതും വളർന്നതുമെല്ലാം മദ്രാസിലായിരുന്നു. നടി എന്ന നിലയിൽ സിനിമയിൽ കയറിപ്പറ്റാനും ആ മേഖലയിൽ തിളങ്ങാനും ഇന്ദിര പഠിച്ച പണി 18 പയറ്റിയിട്ടും ലക്ഷ്യം കണ്ടില്ല. തനിക്ക് നേടാൻ കഴിയാത്തത് മകളിലൂടെ സാധിക്കണമെന്ന വാശിയായി ആ അമ്മയ്ക്ക്. കൗമാരക്കാരിയും അതിസുന്ദരിയുമായ റാണി പത്നിയെയും കൂട്ടി അവർ മുംബൈക്ക് വണ്ടി കയറി. ബോളിവുഡിൽ നായികയായി ശോഭിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. അതിനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും വിചാരിച്ച പോലെ അവസരങ്ങളൊന്നും ലഭിച്ചില്ല. സിനിമയുടെ ചതിക്കുഴികളിൽ വീണ് ജീവിതം നഷ്ടപ്പെടുത്താമെന്നല്ലാതെ മറ്റ് പ്രയോജനങ്ങളൊന്നുമില്ലെന്ന് തോന്നിയ ഇന്ദിര മകളെയും കൂട്ടി മദ്രാസിലേക്ക് മടങ്ങുന്നു. തമിഴിലും മലയാളത്തിലുമായി ചില സിനിമകളിൽ മെച്ചപ്പെട്ട അവസരങ്ങൾ ലഭിച്ചു. മോഹൻ സംവിധാനം ചെയ്ത കഥയറിയാതെയായിരുന്നു റാണിയുടെ ആദ്യ ചിത്രം. പിന്നീട് PG വിശ്വംഭരന്റെ സംഘർഷം എന്ന സിനിമയിൽ ബാലൻ K നായരാൽ ബലാത്സംഗം ചെയ്യപ്പെടുന്ന ഏറെ വിവാദമായ ഒരു സീനുണ്ട്. ഈ ചിത്രമാണ് റാണിയെ കൂടുതൽ ശ്രദ്ധേയമാക്കിയത്. തുടർന്ന് നിരവധി തമിഴ്, തെലുങ്ക് പടങ്ങളിൽ റാണിക്ക് നല്ല വേഷങ്ങൾ ലഭിച്ചു. സിനിമയിൽ നിന്നും അനുബന്ധ പ്രക്രിയകളിൽ നിന്നും ആവശ്യത്തിലധികം പണം ലഭിച്ചു തുടങ്ങിയപ്പോൾ ആഡംബര പ്രേമിയായ ഇന്ദിരയുടെ വിധം മാറി. അവർ 18 അവന്യൂവിൽ ഒരു ആഡംബര ബംഗ്ലാവ് വാടകയ്ക്കെടുത്ത് താമസം അവിടേക്ക് മാറ്റുന്നു. തങ്ങൾ രാജകീയമായി ജീവിക്കുന്നുവെന്ന് മറ്റുള്ളവരെ കാണിക്കുക എന്നതായിരുന്നു ഇന്ദിരാദേവി ലക്ഷ്യമിട്ടത്. ഏതു വിധത്തിലും എക്സ്പോസ് ചെയ്യാൻ മകൾ തയ്യാറാണെന്ന ഇന്ദിരാദേവി തന്നെ സംവിധായകരെ അറിയിച്ചതോടുകൂടി റാണി പത്മിനിക്ക് പിന്നീട് അവസരങ്ങളുടെ പെരുമഴ. വലിയ വീടും കാറും ആഭരണങ്ങളും മറ്റുമായപ്പോൾ ഇനി കുറെ പരിചാരകർ കൂടിയാകാമെന്ന് അവർക്ക് തോന്നി. അങ്ങനെ അക്കാലത്തെ മുൻനിര പത്രങ്ങളിൽ 3 ജോലിക്കാരെ ആവശ്യമാണെന്ന് കാണിച്ച് അവർ പരസ്യം കൊടുത്തു. വാച്ച്മാൻ, കുക്ക്, ഡ്രൈവർ എന്നിങ്ങനെ തസ്തികകളിലേക്കാണ് ആളുകളെ ക്ഷണിച്ചത്. സ്വാഭാവികമായും അവർ സാമ്പത്തികമായി പുറത്തു കേൾക്കുന്നതിലും വളരെ ഉയർന്ന അവസ്ഥയിലായിരിക്കുമെന്ന് ജോലിക്കാർ കരുതിയിരിക്കാം. ജബരാജ് എന്നയാളാണ് ആദ്യം ജോലിയിൽ പ്രവേശിച്ചത്. അയാൾ റാണിയുടെ ഡ്രൈവറായിരുന്നു. തൊട്ടു പിന്നാലെ വാച്ചറായ ലക്ഷ്മി നരസിംഹനും വന്നു. ഇയാൾ നിരവധി കാർ മോഷണ കേസുകളിൽ മുമ്പ് പിടിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയാണെന്നാണ് പറയപ്പെടുന്നത്. ഗണേശൻ എന്ന പാചകക്കാരനായിരുന്നു മൂന്നാമൻ. അപരിചിതരായ 3 പുരുഷന്മാരെ 2 സ്ത്രീകൾ തനിച്ചു താമസിക്കുന്ന വീട്ടിൽ ഒപ്പം കൂട്ടിയാലുള്ള ഭവിഷ്യത്തുക്കളെക്കുറിച്ച് പോലും പണമുണ്ടാക്കാനും ആർഭാട ജീവിതം നയിക്കാനുമുള്ള തത്രപ്പാടിനിടയിൽ ഇന്ദിരാദേവി ചിന്തിച്ചില്ല. റാണിക്കാകട്ടെ അതിനുള്ള പക്വതയും കൈവന്നില്ലായിരുന്നു. ആവശ്യത്തിലധികം പണം കയ്യിൽ വന്നപ്പോൾ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന ബംഗ്ലാവ് സ്വന്തമാക്കണമെന്ന ആഗ്രഹം ഇന്ദിരയിൽ നാമ്പിട്ടു. ആ വീട് ഏർപ്പാടാക്കിയ പ്രസാദ് എന്നയാളെ വിളിച്ചു വരുത്തി റാണി സംസാരിച്ചു. അക്കാലത്ത് സിനിമയിൽ ബ്ലാക്ക് മണി പതിവായിരുന്നു. ലക്ഷങ്ങൾ പ്രതിഫലം പറ്റുന്ന താരങ്ങൾ യഥാർത്ഥ തുകയുടെ വളരെ ചെറിയ അംശം മാത്രം കണക്കിൽപ്പെടുത്തി വാങ്ങും. ബാക്കിയുള്ള തുക രേഖകളിൽ പെടുത്താതെ നേരിട്ട് കൈപ്പറ്റും. ഈ വിവരങ്ങളെല്ലാം ജബരാജന് നന്നായി അറിയാമായിരുന്നു. പണം നേരിട്ട് കൊടുത്ത് വീട് വാങ്ങുന്ന കാര്യം റാണിയും പ്രസാദും തമ്മിൽ ചർച്ച ചെയ്യുന്നത് ജബരാജ് കേൾക്കാനിടയായി. റാണിയുടെ കൈവശം കണക്കില്ലാത്ത സ്വർണവും പണവും ഉണ്ടാകുമെന്ന് അയാൾ ഊഹിച്ചിട്ടുണ്ടാകണം.
ഇത് കൈക്കലാക്കാൻ ജന്മനാ ക്രിമിനൽ മൈൻഡുള്ള ജബരാജ് ഇന്ദിരയെയും റാണിയെയും കൊല്ലാൻ തീരുമാനിച്ചു. ഗണേശനെയും ലക്ഷ്മി നരസിംഹനെയും അയാൾ ഇതിനായി കൂട്ടുപിടിച്ചു. കിട്ടുന്നതിന്റെ മൂന്നിലൊന്ന് അവർക്കും നൽകാം എന്ന നിബന്ധനയിലായിരുന്നു ഇതെന്ന് പറയപ്പെടുന്നു. എന്തായാലും വിശ്വസ്തരെന്ന് കരുതിയവർ പിന്നിൽ നിന്ന് ചതിക്കുഴികൾ തീർക്കുകയാണെന്ന് ഇന്ദിരയ്ക്കും മകൾക്കും ഊഹിക്കാൻ കഴിഞ്ഞില്ല. സംശയാസ്പദമായ കരുനീക്കങ്ങളും ജബരാജിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതുമില്ല. ഇന്ദിരയും റാണിയും അത്യാവശ്യം മദ്യപിക്കുന്ന കൂട്ടത്തിലായിരുന്നു. അന്ന് രാത്രിയും പതിവ് പോലെ ഇരുവരും മദ്യപിച്ച ശേഷം ഉറങ്ങാൻ കിടന്നു. പുലർച്ചെ നല്ല വിശപ്പ് തോന്നിയ റാണി എണീറ്റ് അടുക്കളയിലേക്ക് പോയ തക്കം നോക്കി മറഞ്ഞിരുന്ന ജബരാജ് ഇന്ദിരയെ കുത്തിക്കൊലപ്പെടുത്തി. അമ്മയുടെ ഉറക്കെയുള്ള നിലവിളി കേട്ട് ഓടിയെത്തിയ റാണി ആ ദൃശ്യം കണ്ട് നടുങ്ങിത്തിരിച്ചു. ഇന്ദിരയുടെ ശരീരത്തിൽ ഏതാണ്ട് 12ഓളം കുത്തുകളുണ്ടായിരുന്നു. വലക്കണ്ണികൾ പോലെ തുളകൾ വീണിരുന്നു ശരീരത്തിലെമ്പാടും. രക്തം ചുറ്റും തളം കെട്ടിക്കിടക്കുന്നു. ഇന്ദിരയാകട്ടെ അബോധാവസ്ഥയിലും. കഴുത്തിലും വയറ്റിലുമെല്ലാം കുത്തേറ്റു. സംഗതി പന്തിയല്ലെന്ന് കണ്ട് റാണി ഓടി രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും കഴിഞ്ഞില്ല. പതുങ്ങിയിരുന്ന അക്രമികൾ ജീവന് വേണ്ടി പിടയുന്ന അമ്മയുടെ കൺമുന്നിൽ വെച്ച് റാണിയെ മാറി മാറി ബലാത്സംഗം ചെയ്തു. ഒടുവിൽ അമ്മയുടെ ജീവനെടുത്ത അതേ കത്തി കൊണ്ട് തന്നെ റാണിയുടെ നെഞ്ചിൽ പല കുറി ആഴ്ന്നു കുത്തി. രണ്ടുപേരും മരിച്ചുവെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അക്രമികൾ അക്കാലത്ത് 15 ലക്ഷം രൂപ മൂല്യമുള്ള സ്വർണവും പണവും കവർന്നെടുത്തു. ഇന്ദിരയെ പോലെ തന്നെ റാണിയുടെ ശരീരത്തിലും 12 കുത്തുകളേറ്റ പാടുകൾ ഉണ്ടായിരുന്നതായി പിന്നീട് പോലീസ് കണ്ടെത്തി. കൊലയാളികൾ സംഭവം കഴിഞ്ഞയുടൻ സ്ഥലം വിട്ടു. ദിവസങ്ങളോളം മരണവിവരം ആരും അറിയാതെ കടന്നുപോയി. ഒരു ദിവസം വീട് വിൽപ്പനയുടെ കാര്യം സംസാരിക്കാനായി രാവിലെ ബംഗ്ലാവിലെത്തിയ പ്രസാദ് എത്ര തവണ ബെല്ലടിച്ചിട്ടും ഉറക്കെ വിളിച്ചിട്ടും കതക് തുറക്കാതെ വന്നപ്പോൾ മടങ്ങിപ്പോകാൻ ഒരുങ്ങി. പിന്നെന്തോ സംശയം തോന്നി അടുക്കള വാതിലിനടുത്തെത്തിയപ്പോൾ അത് പാതി ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. കതക് തുറന്ന് അകത്തു കടന്ന പ്രസാദിന് ഒരുതരം ദുർഗന്ധം അനുഭവപ്പെട്ടു. രൂക്ഷഗന്ധം സഹിച്ചുപിടിച്ച് മുകളിലേക്ക് നടന്നു ചെന്ന പ്രസാദ് പലയിടങ്ങളിലും ഒരു മൽപ്പിടുത്തം നടന്നതിന്റെ ലക്ഷണങ്ങൾ കണ്ടു. ചിലയിടത്തൊക്കെ രക്തം കട്ട പിടിച്ചു കിടക്കുന്നതായും കണ്ടു. കൊല ചെയ്ത ശേഷം അക്രമികൾ രണ്ടുപേരെയും വലിച്ചിഴച്ച് ബാത്റൂമിൽ കൊണ്ടിട്ടതായും പ്രസാദ് കണ്ടെത്തി. അയാൾ ഉടനടി പോലീസിൽ വിവരമറിയിച്ചു. അവർ വന്ന് വീട് കുത്തി തുറന്ന് അകത്തു കയറി. കുളിമുറിയിലായി 2 മൃതദേഹങ്ങളും അഴുകിയ നിലയിൽ കണ്ടെത്തി. പുറത്തെടുക്കാൻ കഴിയാത്ത വിധം ജീർണിച്ച് പുഴുവരിച്ചു തുടങ്ങിയ മൃതദേഹം മോർച്ചറിയിലേക്ക് കൊണ്ടുപോവുക അത്ര എളുപ്പമായിരുന്നില്ല. അങ്ങനെ കുളിമുറിയിൽ വെച്ചു തന്നെ പോസ്റ്റ്മോർട്ടം നടത്തി. മൃതദേഹം ഏറ്റുവാങ്ങാൻ ബന്ധുക്കളെ തേടി പോലീസ് കുറെ അലഞ്ഞു. പക്ഷെ അങ്ങനെ ആരെയും കണ്ടെത്താനായില്ല. സിനിമയിലേക്ക് പോയ ശേഷം ബന്ധുക്കൾ റാണിയും ഇന്ദിരയുമായി പൂർണ്ണമായി തന്നെ അകന്നുപോയിരുന്നു. തൽക്കാലം മൃതദേഹം പുറത്തെടുക്കാനായി ആംബുലൻസ് അന്വേഷിച്ചെങ്കിലും അതും പ്രായോഗികമായില്ല. കാഴ്ചയിൽ ഭയവും അറപ്പുമുളവാക്കുന്ന ശവശരീരങ്ങൾ കൊണ്ടുപോകാൻ ആംബുലൻസ് ഡ്രൈവർമാർ തയ്യാറായില്ല. അങ്ങനെ ഏറ്റെടുക്കാൻ ആളില്ലാത്ത 2 അനാഥ ശവങ്ങളായി റാണിയും ഇന്ദിരയും ഏറെ സമയം കിടന്നു. അന്ന് ഇന്നത്തെ പോലെ മൊബൈൽ മോർച്ചറിയൊന്നും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ മൃതദേഹം വെളുത്ത തുണിയിൽ ഭദ്രമായി പൊതിഞ്ഞു കെട്ടി കാറിന്റെ ഡിക്കിയിൽ കയറ്റിക്കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ഇതിനായി ഒരു ടാക്സിക്കാരനെ വിളിച്ചെങ്കിലും അയാളും ആ സാഹസത്തിന് തയ്യാറായില്ല. ഗത്യന്തരമില്ലാതെ പോലീസ് അയാളെ ഭീഷണിപ്പെടുത്തി മൃതദേഹം ഡിക്കിയിൽ വെച്ച് കൊണ്ടുപോയി. ചലച്ചിത്ര പരിഷത്തിന്റെ ഓഫീസിൽ കൊണ്ടുപോയ ശേഷം അവിടെ നിന്നുള്ള നിർദ്ദേശപ്രകാരം പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു. എന്നാൽ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചുവെന്നോ ഈ അരുംകൊല ചെയ്തതെന്നോ ആർക്കും ഒരു ഊഹവും കിട്ടിയില്ല. റാണിയോട് ആർക്കെങ്കിലും ശത്രുതയുള്ളതായും ആർക്കും അറിയില്ല. മാത്രമല്ല വീട്ടിൽ നിന്ന് പണമോ ആഭരണങ്ങളോ നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയിട്ടുമില്ല. അവിടെ സൂക്ഷിച്ചിരുന്ന പണത്തിന്റെ കണക്കുകൾ പറയാൻ ബാധ്യസ്ഥരായ 2 പേരും ഇപ്പോൾ ജീവനോടെയില്ലതാനും. ഒരു തുമ്പും ലഭിക്കാത്ത കേസ് തേഞ്ഞു മാഞ്ഞു പോകേണ്ട പരിസ്ഥിതിയിൽ പൊടുന്നനെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. ബംഗ്ലാവിനുള്ളിലെ ഫോണിന്റെ കേബിൾ കട്ട് ചെയ്തിരിക്കുന്നതായി ഒരു പോലീസ് ഓഫീസർ കണ്ടെത്തി. അതിൽ നിന്ന് തന്നെ കൊലപ്പെടുത്തിയത് ആരായാലും അത് പെട്ടെന്നുള്ള പ്രകോപനത്താൽ സംഭവിച്ചതല്ലെന്നും മുൻകൂട്ടി തീരുമാനിച്ചുറപ്പിച്ച ഒരു ആസൂത്രണ ബുദ്ധി ഇതിനു പിന്നിലുണ്ടെന്നും പോലീസ് അനുമാനിച്ചു. വീട്ടിലെ ആൽബങ്ങൾ പരിശോധിച്ചതിൽ നിന്നും അയൽക്കാരുടെ മൊഴികളിൽ നിന്നും എവിടെ പോയാലും കൈനിറയെ ആഭരണങ്ങൾ ധരിച്ച് നല്ല പ്രൗഢിയിൽ പോയിരുന്ന ആളാണ് ഇന്ദിര. എന്നാൽ മൃതദേഹത്തിൽ ഒരു തരി പൊന്നുപോലും കാണാനില്ല. ഒരുപക്ഷെ ഉറങ്ങാൻ കിടക്കുമ്പോൾ അത് ഊരി മാറ്റിയതാകാമെന്ന ധാരണയിൽ അലമാരകൾ പരിശോധിച്ചപ്പോൾ അതിനുള്ളിൽ ഒന്നും കാണാനില്ലെന്ന് മാത്രമല്ല അതിന്റെ വാതിലുകൾ തുറന്നു കിടക്കുന്നു. ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ മരണം നടന്നതിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ നിന്നും ബാങ്കിൽ നിന്നും 10 ലക്ഷത്തോളം രൂപ പിൻവലിച്ചിട്ടുണ്ട്. ഇത് ബംഗ്ലാവ് വിലക്കെടുക്കാനായി ശേഖരിച്ചു വെച്ചതാകാമെന്ന് പ്രസാദിന്റെ മൊഴിയിൽ നിന്നും സ്ഥിരീകരിച്ചു.
വാഹനത്തോട് ക്രേസുള്ള കൂട്ടത്തിലായിരുന്നു റാണി. വീടിന്റെ പോർച്ചിൽ ഒന്നിലധികം കാറുകൾ നിരന്നു കിടന്നിരുന്നു. അക്കൂട്ടത്തിൽ റാണി ഏറെ ഇഷ്ടപ്പെട്ട് വാങ്ങിയ നിസാൻ കാർ കാണാനില്ലെന്നത് ഒരു പോലീസ് ഓഫീസറെ സംശയത്തിലേക്ക് നയിച്ചു. അക്കാലത്ത് 7 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ കാറാണത്. ഇന്ന് കോടികൾ വിലമതിക്കും. കാർ നഷ്ടപ്പെട്ടപ്പോൾ സ്വാഭാവികമായും അന്വേഷണം ഡ്രൈവറിലേക്ക് നീണ്ടു. എന്നാൽ ജബരാജിനെ അത്ര വേഗം കണ്ടെത്താനായില്ല. അയാളും സഹായികളും അപ്പോഴേക്കും ഒളിവിൽ പോയിരുന്നു. പോലീസ് നായ വീടിനിൽ നിന്നും മണം പിടിച്ച ശേഷം ജബരാജ് താമസിച്ചിരുന്ന ഔട്ട് ഹൗസിലേക്കാണ് പോയത്. അവിടെ നിന്ന് തന്നെ അയാൾക്ക് ഈ കൊലയുമായുള്ള ബന്ധം പോലീസ് ഏതാണ്ട് ഉറപ്പിച്ചു. ജബരാജിന്റെ സുഹൃത്തായ ലോറൻസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അയാളിൽ നിന്നും ശേഖരിച്ച മൊഴി വഴിത്തിരിവായി. ജോലിയിൽ പ്രവേശിച്ച ആദ്യ നാളുകളിൽ തന്നെ ഇന്ദിരയില്ലാത്ത സമയത്ത് ജബരാജ് റാണിയെ കടന്നുപിടിച്ചു. കുപിതയായ റാണി അവന്റെ ഇരു കവിളത്തും ദേഷ്യം തീരും വരെ മാറി മാറി അടിക്കുകയും ജോലിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. തന്റെ മേൽ കൈവച്ച റാണിയെ വകവരുത്തുമെന്ന് ജബരാജ് പറഞ്ഞിരുന്ന കാര്യം ലോറൻസ് പോലീസിനെ അറിയിച്ചു. സാഹസികമായ അന്വേഷണങ്ങൾക്ക് ശേഷം തൂത്തുക്കുടിയിൽ വെച്ച് ജബരാജിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ജബരാജ് ആദ്യം നിഷേധിച്ചെങ്കിലും പിന്നീട് ഓരോന്നോരോന്നായി സമ്മതിച്ചു. പിന്നാലെ മറ്റു പ്രതികളെയും പോലീസ് പിടികൂടി. അവരും കുറ്റം സമ്മതിച്ചു. കാറിന് പുറമെ പണവും ആഭരണങ്ങളും അപഹരിച്ച വിവരവും പുറത്തുവന്നു. അന്നത്തെ ജില്ലാ ജഡ്ജി പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചു. പ്രതികൾ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയി. പരമോന്നത നീതിപീഠം ശിക്ഷ കുറച്ച് ജീവപര്യന്തമാക്കി. വർഷങ്ങൾക്ക് ശേഷം ലക്ഷ്മി നരസിംഹന്റെ ഭാര്യ നൽകിയ ഹേർബിയസ് കോർപ്പസ് പരിഗണിച്ച് അയാളെ വിട്ടയക്കാൻ മദ്രാസ് ഹൈക്കോടതി ഉത്തരവായി. ജബരാജ് ജയിലിൽ വെച്ചു തന്നെ മരണമടഞ്ഞു. ഗണേശൻ ജയിൽ ചാടിയതായി പറയപ്പെടുന്നു. പിന്നീട് അയാളെക്കുറിച്ച് ആർക്കും ഒരു വിവരവുമില്ല. കുറ്റവും ശിക്ഷയുമെല്ലാം അരങ്ങ് തകർക്കുകയും ചിലർ ഇളവുകൾ നേടുകയുമൊക്കെ ചെയ്തപ്പോഴും സിനിമാ പ്രേമികളിൽ പ്രായം ചെന്നവർ ഇന്നും വേദനയോടെ ഓർക്കുന്ന ഒന്നാണ് റാണി പത്മിനിയുടെ മരണം. പറക്കമുറ്റ മുമ്പ് ചിറകറ്റുപോയ പെൺകുട്ടിയാണ് റാണി പത്മിനി. ജീവിച്ചിരുന്ന കാലത്ത് സിനിമയിലെ അന്നത്തെ രീതികൾ അനുസരിച്ച് അവർ ഏതെല്ലാം തരത്തിലുള്ള അക്രമങ്ങൾക്ക് ഇരയായിട്ടുണ്ടാകാം. മരണവും അവരെ അതിക്രൂരമായി വേദനിപ്പിച്ചുകൊണ്ട് തന്നെയാണ് സംഭവിച്ചത്. മരണം സംബന്ധിച്ച് സ്ഥിരീകരിക്കപ്പെടാത്ത ചില അഭ്യൂഹങ്ങളുമുണ്ട്. കൊല തെളിയുകയും കൊലപാതകികളെ കണ്ടെത്തി ശിക്ഷിക്കപ്പെട്ടെങ്കിലും അക്കാലത്ത് മാധ്യമങ്ങളിലും സിനിമാ വൃത്തങ്ങളിലെല്ലാം ചില ഊഹാപോഹങ്ങൾ പ്രചരിച്ചിരുന്നു. കൊലപ്പെടുത്തിയ ജബരാജ് ധനാപഹരണം എന്ന ലക്ഷ്യം മുൻനിർത്തി കാലെ കൂട്ടി പദ്ധതിയിട്ട് നടപ്പാക്കിയ കൊലയല്ല ഇതെന്നും, അങ്ങനെയായിരുന്നുവെങ്കിൽ അയാളും കൂട്ടാളികളും എന്തുകൊണ്ട് റാണിയുടെ പക്കലുണ്ടായിരുന്ന പണവും ആഭരണങ്ങളും മോഷ്ടിച്ചില്ല എന്ന വാദവും ഉയർന്നു. മറ്റൊന്ന്, കാർ മോഷ്ടിക്കാനായിരുന്നുവെങ്കിൽ അതിക്രൂരമായ 2 കൊലപാതകങ്ങൾ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. സർവീസിങ്ങിന് പോകും വഴി അയാൾക്ക് കാറുമായി കടന്നു കളയാമായിരുന്നു. പലപ്പോഴും രാത്രി കാറുമായി സ്വന്തം വീട്ടിൽ പോയി കിടന്ന ശേഷം പിറ്റേന്ന് റാണിയുടെ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് ജബരാജ് ചെയ്തിരുന്നത്. ആ സമയങ്ങളിലൊക്കെ അയാൾക്ക് കാർ മോഷ്ടിക്കാമായിരുന്നു. പിന്നെ എന്താണ് കൊലപാതകത്തിന് പിന്നിലുള്ള പ്രേരണയെന്ന ചോദ്യമാണ് അഭ്യൂഹങ്ങളിലേക്ക് നയിച്ചത്. അക്കാലത്ത് റാണി ഒരു പ്രമുഖന്റെ പുത്രനുമായി കടുത്ത പ്രണയത്തിലായിരുന്നുവെന്നും വിവാഹം കഴിക്കാനായി അയാളെ നിർബന്ധിച്ചു കൊണ്ടിരുന്നുവെന്നും അല്ലാത്ത പക്ഷം താൻ ഗർഭസത്യാഗ്രഹം ഇരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നതായും പറയപ്പെടുന്നു. അതിന്റെ പക തീർക്കാൻ അയാൾ ജബരാജിനെ ഉപയോഗിച്ച് അവളെ വകവരുത്തിയതാകാമെന്നും പറയപ്പെടുന്നു. മരണം സംഭവിച്ച സ്ഥിതിക്ക് കാർ മോഷണം ഹരമായ അയാൾ അനേകം കാറുകളിൽ ഒന്ന് എടുത്തുകൊണ്ട് പോയതാകാമെന്നും ചിലർ നിരീക്ഷിക്കുന്നു. അതേസമയം ഏതോ കൊട്ടേഷൻ സംഘത്തെ ഉപയോഗിച്ച് കൃത്യം നിർവഹിച്ച ഉന്നതനെ സംരക്ഷിക്കാനായി വീട്ടുജോലിക്ക് നിന്ന 3 സംഘത്തെ കുടുക്കുകയായിരുന്നുവെന്നും ചിലർ ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഇതെല്ലാം കേവലം സംശയങ്ങളും ഊഹാപോഹങ്ങളും മാത്രം. ശാസ്ത്രീയവും നിയമപരവുമായ അടിത്തറയില്ലാത്ത ഇത്തരം കഥകൾ സിനിമാ വാരികകളിലെ ഗോസിപ്പ് കോളങ്ങളിൽ മാത്രമായി ഒതുങ്ങി.